ഈ ഒരു രാത്രിയിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ഓർക്കുന്നത്, അവർ നിങ്ങളെ ഓർക്കുന്നുണ്ടോ എന്നുള്ളതൊന്ന് നോക്കാം. 2 കാർഡ്സ് കിട്ടിയിട്ടുണ്ട്. നാഷി പറയുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ജനറൽ റീഡിംഗ് വീഡിയോസ് കാണാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കുക. യൂട്യൂബിൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് മാക്സിമം ശ്രമിക്കാം. ഓക്കെ, ഇപ്പോൾ 2 കാർഡ്സാണ് വന്നിട്ടുള്ളത്. 8 ഓഫ് സ്വാർട്സും അതുപോലെ 2 ഓഫ് വാൻഡ്സും ആണ്. അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഓർക്കുന്നുണ്ടെന്ന് തന്നെയാണ് ആദ്യത്തെ ഒരു കാർഡിൻ്റെ നാഷി പറഞ്ഞു തരുന്നത്. അതായത് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിൽ കുടുങ്ങിക്കിടക്കുന്നതാണ്, അല്ലെങ്കിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു പേഴ്സൺ ആണെന്നാണ് മനസ്സിലാവുന്നത്. അതായത് പലപ്പോഴും സ്വന്തം ചിന്തകളാൽ തന്നെ ബന്ധിക്കപ്പെട്ട അവസ്ഥയിലാണ് ആ ഒരു പേഴ്സണെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് വരാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ ഒക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും ചില തടസ്സങ്ങൾ, അത് ചിലപ്പോൾ അവരുടെ തന്നെ ഈഗോയോ അല്ലെങ്കിൽ സാഹചര്യങ്ങളോ ആവാം. കുറച്ച് പേരുടെയെങ്കിലും ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് കുറച്ചൊരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സണായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യമായിരിക്കാം, പക്ഷെ അത് അവരെ തടഞ്ഞു നിർത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ കാരണം അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എന്താ തന്നെയാണെങ്കിലും കണ്ണുകളൊക്കെ കെട്ടിപ്പൂട്ടി വെച്ചിട്ടുള്ളൊരു അവസ്ഥയിലാണ് ഈ ഒരു വ്യക്തി എന്നുണ്ടെങ്കിലും അവരുടെ ആ ഒരു മനസ്സ് മുഴുവൻ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് അല്ലെങ്കിൽ ഓർമ്മകളാണെന്ന് കാണുന്നു. കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു പേഴ്സണിൻ്റെ ഇടയിലുള്ള സാഹചര്യങ്ങളായിരിക്കും, അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്തെങ്കിലും ഉണ്ടായിരിക്കും. ചിലർക്കെങ്കിലും കുറച്ചൊരു ഈഗോ കൊണ്ട് മാറി നിൽക്കുന്നതായിരിക്കും. അതായത് അവരാദ്യം വരട്ടെ, നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഓടി വരാം എന്നുള്ളൊരു തോട്ട്, അതായത് ഈഗോ അല്ലെങ്കിൽ അവർ നിങ്ങളുടെ മുന്നിൽ താന്നു പോകുമ്പോൾ എന്നുള്ള തോട്ടൊക്കെ ഉള്ളിലുള്ളത് കൊണ്ടും ആവാം. അപ്പോൾ എന്താണെങ്കിലും ഒരു പേഴ്സണിൻ്റെ മനസ്സിൽ നിങ്ങളുണ്ടെന്ന് തന്നെയാണ് കാണുന്നത്. നെക്സ്റ്റ് വന്നിട്ടുള്ള 2 ഓഫ് വാൻഡ്സ് ആണ്. അപ്പോൾ അതെന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു കാത്തിരിപ്പിനെ കുറിച്ചിട്ടും ഒരു ഡിസിഷൻ എടുക്കാനെ കുറിച്ചിട്ടുള്ളൊരു എനർജിയാണ് കാണുന്നത്. അതായത് അവർ നിങ്ങളെ ഓർക്കുക മാത്രമല്ല, നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഒരു ഫ്യൂച്ചർ എന്തായിരിക്കണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ഇപ്പോൾ പകലാണെങ്കിലൊക്കെ വിഷ്വലൈസ് ചെയ്യുന്നുണ്ടായിരിക്കാം പല കാര്യങ്ങളും, മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്. അതായത് അതിൻ്റെ മെത്തേഡൊക്കെ അനുസരിച്ച് ചെയ്യുന്നതിനേക്കാൾ ഉപരി ഒരു പേഴ്സൺ തനിയെ ഇരിക്കുന്ന സമയത്ത് ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സും ഒക്കെ ഫ്യൂച്ചറിൽ എങ്ങനെയാവണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ വിഷ്വലൈസ് ചെയ്ത് ഇവർ കാണുന്നതായിട്ട് കാണുന്നുണ്ട്. പുതിയൊരു ന്യൂ ബിഗിനിങ്ങിനോ അല്ലെങ്കിൽ അടുത്ത നീക്കം എന്ത് വേണം എന്നുള്ള തോട്ടൊക്കെ ആയിരിക്കും അവർ ചിലപ്പോൾ കൂടുതലായിട്ടും ആലോചിക്കുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സൺ ഈ ഒരു നിമിഷം നിങ്ങളെക്കുറിച്ച് ഓർക്കുക തന്നെ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു പേഴ്സൺ ഫ്യൂച്ചർ എന്തായിരിക്കണം അല്ലെങ്കിൽ അടുത്തൊരു നീക്കം എന്തായിരിക്കണം എന്ന് ഗൗരവമായിട്ട് തന്നെ ആലോചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷനോ അല്ലെങ്കിൽ എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് ഇവരുടെ കണ്ണ് മൂടപ്പെട്ടിട്ടുള്ളൊരു അവസ്ഥ, അതായത് സിറ്റുവേഷൻ ആയിരിക്കും അല്ലെങ്കിൽ ഈഗോ ആയിരിക്കാം. എന്താണെങ്കിലും ആ ഒരു കാര്യം കൊണ്ടാണ് കുറച്ചെങ്കിലും ഒരു സമയമെടുക്കുന്നത് നിങ്ങളിലേക്ക് എത്താനായിട്ട്. മേ ബി ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഇപ്പോൾ നോ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ നിലവിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിലും പഴയതുപോലെ സ്മൂത്തായിട്ട് പോകാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിലും ഒക്കെ റീസൺ ഈ ഒരു കാർഡ്സിൻ്റെ എനർജി കാണിച്ചിരുന്ന ഇതായിട്ടാണ്. പക്ഷെ എന്നാലും വളരെ ഡീപ്പായിട്ട് തന്നെ നിങ്ങളെക്കുറിച്ച് ഈ ഒരു നിമിഷം ഒരു പേഴ്സൺ ചിന്തിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ ഒരു എനർജി ക്ലെയിം ചെയ്യാനായിട്ട് കമൻറ്റിൽ 111 എന്ന് കമൻറ്റ്